കണ്ടാൽ നാവിൽ അപ്പം വെള്ളം ഊറുന്ന ഈ പായസം എന്തിൻ്റേതാണെന്ന് നിങ്ങൾക്കറിയണോ? ഇതൊരു പച്ചക്കറിയുടെ പായസമാണ്. അതായത് നമ്മളെ ചുരക്കയില്ലേ, അതിൻ്റെ ഒരു പായസമാണ്. സാധാരണ ഒരു പച്ചക്കറി പായസമല്ല ഇത്. ഒരു തരി പോലും ചുരക്കയുടെ രുചിയോ മണമോ അറിയാതെ കുടിക്കാൻ പറ്റിയ ഒരു കിടിലം പായസമാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. അതിനായി നമ്മളിതാ ഒരു ചുരക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചവ്വരി കൂടി എടുത്തിട്ടുണ്ട്. ചവ്വരി നമ്മൾ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുരക്കയൊക്കെ നല്ലവണ്ണം വളരെ പൊടിയായി അരിഞ്ഞെടുക്കണേ. എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി നോക്കണേ. എപ്പോഴും പ്രഥമനും പാലടയും സേമിയ പായസമൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഈ പ്രാവശ്യം ഓണത്തിന് എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചോളൂ. വളരെ സിമ്പിളും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഒരു പായസമാണ് ഇത്. ചുരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിലുള്ള കുരുവും എല്ലാം മാറ്റി നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഇത് അരിഞ്ഞിട്ട് കൊടുക്കണേ. എന്നാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് അത്യാവശ്യം വേവുള്ള ഒരു പച്ചക്കറിയാണല്ലോ. പച്ചക്കറി ചെറുതായി പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ ഇതുപോലെ ഒരു ചോപ്പറിലിട്ട് വലിച്ചാൽ മതി. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. നല്ല സ്ക്വയറായിട്ട് തന്നെ കിട്ടും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചുരക്കൻ്റെ പായസത്തെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണെന്ന്. പക്ഷെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അടിപൊളി ടേസ്റ്റായിരുന്നു. ചുരങ്ങയൊക്കെ അരിഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചുരങ്ങയിൽ തന്നെ നല്ല വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ വെള്ളവും കൂടി ഉണ്ടാവും. പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് 2 വലിയ സ്പൂൺ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും ബദാമുമാണ്. അതും വളരെ പൊടിയായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്തയോ മറ്റുള്ള എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നപ്പോൾ നമ്മൾ ചുരങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ പച്ചക്കറിയെ ചുരങ്ങ എന്നും പറയുന്നവരുണ്ട്, ചുരയ്ക്ക എന്ന് പറയുന്നവരുണ്ട്. ശരിക്കുള്ള പേര് എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ലേ. അണ്ടിപ്പരിപ്പും ബദാമും ചുരങ്ങയും ഒക്കെ നല്ലവണ്ണം നെയ്യിൽ വറുത്തെടുക്കണേ. എല്ലാറ്റിൻ്റെയും പച്ചമണം നല്ലവണ്ണം മാറിക്കിട്ടണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് പഞ്ചസാരയാണ്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, അതായത് മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൽ നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ഒരാവശ്യവുമില്ല. വളരെ ടേസ്റ്റി ആയിരുന്നേ. ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്രയും രുചി ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ ചുരങ്ങയും അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം തന്നെ നല്ലവണ്ണം വെന്ത് കിട്ടണം. സാധാരണയായി എല്ലാ പായസത്തിലും നമ്മൾ പായസം വെന്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും എല്ലാം കൂടി ഒഴിക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് എല്ലാം തന്നെ ഒന്നിച്ച് തന്നെ വേവിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ചവ്വരി നമ്മൾ കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള പായസമൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് ചവ്വരി കൂടി ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി വെന്ത് വരട്ടെ. ചവ്വരി വെന്തത് കൊണ്ട് തന്നെ അതിന് വലിയ വേവൊന്നും വേണ്ട. ഇനി ചുരങ്ങയും ചവ്വരിയും ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി വെന്ത് വരട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കണേ. പായസം അടുപ്പിൽ വെച്ചിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പായസ മിക്സൊക്കെ നല്ലവണ്ണം വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലാണ് ചേർത്ത് കൊടുത്തത്. തിളപ്പിച്ച പാല് ചേർത്താൽ പെട്ടെന്ന് നമുക്ക് പായസം കുറുകി വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തത്. ഇപ്പോൾ കണ്ടോ, നല്ലവണ്ണം പായസമൊക്കെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ അധികം മൂടി വെക്കാതെ ഇതിങ്ങനെ പകുതി മൂടി വെച്ചാൽ മതി. പായസം തിളച്ച് പതഞ്ഞ് പോകും. പിന്നെ പായസത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കുറച്ച് തീ കുറച്ച് വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു ചെറിയ ബോട്ടിൽ മിൽക്ക് മെയ്ഡാണ്.
കുറച്ച് പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ ബോട്ടിൽ മിൽക്ക് മെയ്ഡ് മാത്രം മതി. ചെറിയ ബോട്ടിൽ മാത്രം മതി. ഇത് ഈ പായസത്തിന് കറക്റ്റ് അളവാണേ. അധികം മധുരവുമില്ല, എന്നാൽ മധുരം ഇല്ലാതെയുമില്ല. പാകത്തിന് മധുരമാണ് ഇത്. ആകെ ഒരു ചുരങ്ങയും കുറച്ച് ചൗവരിയും മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ചിലവിൽ തന്നെ നല്ല അടിപൊളി രുചിയുള്ള ഒരു പായസം നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പഞ്ചസാരയും ഏലക്കായും അണ്ടിപ്പരിപ്പെല്ലാം സാധാരണയായി പായസത്തിൽ ഇടാറുള്ളതല്ലേ. ഇതുവരെ ഇതുണ്ടാക്കാത്തവർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. പായസം ഇഷ്ടമില്ലാത്ത നമ്മളെ മക്കൾ പോലും നല്ലവണ്ണം കഴിച്ചിരുന്നു. ഈ പായസം ഒരു 10-15 പേർക്ക് നല്ലവണ്ണം കഴിക്കാനുള്ള പായസമുണ്ട്. ഈ പായസത്തിൻ്റെ കൂടെ 2 പപ്പടവും പഴവും ഒക്കെ ചേർത്തൊന്ന് കഴിച്ച് നോക്കണേ. അപാര രുചിയായിരിക്കും. പിന്നെ ബോളിയുടെ കൂടെ കഴിക്കാനും പറ്റിയ അടിപൊളി പായസമാണിത്. നമ്മൾ ഇതുവരെ കഴിച്ച കൂട്ടത്തിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ പായസം. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. നമ്മളെ പായസമൊക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും ചൗവരിയും ചുരങ്ങയും എല്ലാം കൂടി നല്ലവണ്ണം വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ പായസം? അടിപൊളിയല്ലേ? നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും നമ്മൾ വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.